അവതാരകന്റെ വളരെ മനോഹരമായ ഒരു ചോദ്യത്തിന് ഇടതുവശത്തിന്റെ പ്രതിനിധി ഇടതുവശത്തിന്റെ സ്ഥാനാർത്ഥിയെ പരാമർശിക്കാതെ അങ്ങ് പോയി. അരുണെ, മുകേഷ് ഇടതുവശത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുകേഷിന്റെ വികസനം കാണണമെങ്കിൽ മുകേഷിന്റെ നാട്ടുകാരനാണ് ഞാനും പട്ടത്താനത്തുകാരനാണ്. മുകേഷിന്റെ വീട്ടിന്റെ മുന്നിലെ റോഡ്, MLA വീട്ടിന്റെ മുന്നിലെ റോഡ് വെച്ച് ഫ്ലെക്സ് അടിച്ച് നിങ്ങൾ വോട്ട് ചോദിക്കണം. പൊടി പോലും കാണാനില്ല എന്ന് നമ്മൾ പണ്ട് അമുൽ സ്പ്രേയിൽ പറയുന്നുണ്ട്. അതുപോലെയാണ് കൊല്ലത്തെ ജനങ്ങൾ പറയുന്നത്. പൊടി പോലും കാണാനില്ലാത്ത MLA ആണ് കൊല്ലം മണ്ഡലത്തിലുള്ളത്. ആ MLA ആണ് ഇവര് മത്സരിപ്പിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ച്, വെള്ളക്കരം വർദ്ധിപ്പിച്ച്, കെട്ടിട നികുതി വർദ്ധിപ്പിച്ച്, ഭൂനികുതി വർദ്ധിപ്പിച്ച്, ഭൂമിയുടെ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ച്, എന്തിന് പരാതി കൊടുക്കാൻ പോകുന്ന FIR വരെ 50 രൂപയാക്കി, ബസ് ചാർജ് വർദ്ധിപ്പിച്ച്, ഓട്ടോ ചാർജ് വർദ്ധിപ്പിച്ച്, പെട്രോളിന് 2 രൂപ സെസ് ഏർപ്പെടുത്തി, ഇരുചക്ര വാഹനത്തിന് നികുതി കൂട്ടി, കോർട്ട് ഫീസ് സ്റ്റാമ്പിന് വരെ വില കൂട്ടിയ ഇടതുപക്ഷം, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത ഇടതുപക്ഷം, KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത ഇടതുപക്ഷം, 7 മാസമായി പെൻഷൻ മുടക്കി ഇടതുപക്ഷം. നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഇവിടുത്തെ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് അഭിമാനത്തിന്റെ കണിക പോലും ഉണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇത്രമാത്രം ദ്രോഹിച്ച ഒരു ഗവൺമെന്റ്, ഈ കേരളത്തിനെ ദ്രോഹിച്ച ഒരു ഗവൺമെന്റ് നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ മുകേഷിനെ പോലെ? യഥാർത്ഥത്തിൽ ഇവിടെ പ്രേമചന്ദ്രന് വിജയിക്കുവാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നത് നിങ്ങളാണ്. ഇത്രയും ദുർബലനായ ഒരു സ്ഥാനാർത്ഥി നിങ്ങൾ സ്വരാജിനെ പോലെയുള്ളവരെ ഈ മണ്ഡലത്തിൽ പരിഗണിച്ചിട്ട് ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു MLA കൊല്ലത്തെ ജനങ്ങളെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക. കാരണം എന്താണെന്നറിയോ? ഇവ എങ്ങനെയെങ്കിലും ഒക്കെ ജയിച്ചു കൂട്ടുന്ന. കാരണം എന്താണെന്നറിയോ? ഇവിടുന്ന് ഈ കൊല്ലം മണ്ഡലം രക്ഷപ്പെടുവതോടുകൂടി നിങ്ങൾ മുകേഷിന്റെ വികസനം കാണണമെങ്കിൽ എവിടെ പോകണം? ആശ്രാമത്തെ ലിങ്ക്, നമ്മുടെ KSRTCയുടെ അവിടെ നിന്നുള്ള ലിങ്ക് റോഡുണ്ടല്ലോ, പകുതി വഴി കൊണ്ട് നിർത്തിയേക്കുന്ന 2022 ഓഗസ്റ്റ് മാസത്തിൽ പണി തീർന്നു നിൽക്കുകയാണ്. പക്ഷേ പാലമുണ്ടോ? പാലമുണ്ട്. സഞ്ചരിക്കാൻ പറ്റുമോ? ഇല്ല. പേഴന്തുരുത്ത് പാലം ഇവിടുന്ന് നമ്മളുടെ പെരുമണിയിൽ നിന്ന് പണിഞ്ഞ് പകുതി കൊണ്ട് നിർത്തിയിട്ടുണ്ട്, പേഴന്തുരുത്തിൽ നിന്ന് പണിഞ്ഞ് പകുതി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ വികസന വിരുദ്ധനായ ഒരു MLA കൊല്ലം മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ലെന്നുള്ളത് മറക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.